കൊല്ലത്ത് നിന്ന് നമുക്ക് മാതൃകാപരമായ ഒരു വാർത്തയിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ സാധാരണ വസ്തുക്കളുടെ പേരിൽ തമ്മിലടിച്ച് കോടതി കയറി ഇറങ്ങുന്ന ഒരു കാലമാണ്. നിരവധി കേസുകൾ, സിവിൽ കേസുകൾ പല കോടതികളിലും പെൻഡിംഗായി ഇപ്പോൾ നിൽപ്പുണ്ട്. പക്ഷേ അവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി സൗജന്യമായി വസ്തു വിട്ടു നൽകി വഴി ഒരുക്കി നൽകിയിരിക്കുകയാണ് കൊല്ലം പൂവറ്റൂർ ദേവിവിലാസം NSS കരയോഗം. നിരവധി പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തേക്കുള്ള നടവഴിയാണ് NSS സ്കൂൾ മതിൽ പൊളിച്ചു നീക്കി 3 മീറ്റർ വീതിയിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയത്. കൊട്ടാരക്കരയിൽ നിന്ന് S വിനേഷിന്റെ റിപ്പോർട്ട് കാണാം. പൂവറ്റൂർ പടിഞ്ഞാറ് തുരുത്തിയിൽ മൂർത്തിക്കാവിന് പ്രദേശത്തുള്ള 16-ൽ പരം കുടുംബങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു സഞ്ചാരയോഗ്യമായ ഒരു വഴി എന്നുള്ളത്. നമ്മളുള്ളത് അവിടെ തന്നെയാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടൊരു വഴി. ഇത് ഇങ്ങനൊരു വഴി ഇവിടെ ഇല്ലായിരുന്നു. ശരിക്കും കാൽനടയായി മാത്രം നടന്നു പോകാവുന്നൊരു വഴിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 മീറ്റർ വീതിയിലാണ് ഇവിടെ വഴി അവർക്ക് കിട്ടിയിരിക്കുന്നത്. ദേവിവിലാസം NSS കരയോഗം ആണ് ഈ ഒരു വഴി അവർക്ക് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുന്നത്. ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനായിട്ടോ സാധനങ്ങൾ എത്തിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻപുണ്ടായിരുന്നത്. അല്ലേ ചേച്ചി? ഇപ്പോൾ ശരിക്കും ഈ പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവർക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇവരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. അല്ലേ ചേച്ചി? എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് കരയോഗക്കാരോട് നന്ദി മുമ്പേ പറയുക എന്ന് വെച്ചാൽ അവർ ഞങ്ങൾ ഇന്ന് അപേക്ഷ കൊടുത്തു. പറഞ്ഞു സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞു കരയോഗത്തിൽ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വഴി കിട്ടി. വളരെ സന്തോഷമുള്ളൂ. അത്രയുള്ളൂ. നേരത്തെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായുള്ള അങ്ങനെ. പിന്നെ ഞങ്ങളിങ്ങനെ അതേ കൂടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അതുവഴിയല്ല. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാൻ തന്നെ നടത്തിക്കൊണ്ട് ഒരാൾക്ക് മാത്രം പോകുന്നൊരു വഴിയായിരുന്നു. ഭയങ്കര പാടായിരുന്നു. എന്തായാലും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ വഴി കിട്ടുമെന്ന്? പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും കരയോഗക്കാരോടും ബാക്കി അതിന് പുറകിൽ കുറേ പേരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവർ നമുക്ക് തരാനൊരു മനസ്സ് കാണിച്ചതിന് ആദ്യം തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വളരെ സന്തോഷമാണ് ഇവർക്ക്. കാരണം ഇവർ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ ഒരു വഴി കിട്ടുമെന്ന്. 3 മീറ്റർ വഴിയാണ്. ഈ വന്ന കാലത്ത് ഒരു തുണ്ട് ഭൂമി പോലും ആരും വിട്ടു നൽകാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു 3 മീറ്റർ വഴി വിട്ടു നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായി തന്നെ മാറുന്നു. NSS കരയോഗം സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും? ഇത് നമ്മൾ ഈ ഭാഗത്ത് ഒരു ഈ സ്കൂളിന് കരയോഗത്തിന് ഉടമസ്ഥയുള്ള സ്കൂളാണ് ഇപ്പോൾ ഒരു DVNSHS. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഈ ഭാഗത്ത് മതിൽക്കെട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ട് ഏകദേശം തകർന്നു വീഴുന്ന അവസ്ഥയിലായപ്പോൾ ആ മതിൽ പൊളിച്ചു മാറ്റുകയും ആ സമയങ്ങളിൽ ഇവിടുത്തെ പ്രാദേശിക നിവാസികൾ കരയോഗത്തിലേക്ക് ഒരു അപേക്ഷ നൽകി. അവർക്ക് ഒരു വഴി വീതി കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുണ്ട്. നമ്മൾ അത് കമ്മിറ്റികളിൽ വെച്ച് ചർച്ച ചെയ്ത് കമ്മിറ്റി അനുകൂല തീരുമാനം എടുക്കുകയും പക്ഷേ ആ തീരുമാനം അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പൊതുയോഗത്തിൽ സമർപ്പിച്ചു വിട്ടു. അങ്ങനെ നമ്മളൊരു വിശേഷ പൊതുയോഗം ഇവിടെ കൂടി ആ പൊതുയോഗത്തിൽ ഈ അജണ്ട വെച്ചു. അപ്പോൾ അങ്ങനെ വിശേഷ പൊതുയോഗം ഒന്നടങ്കം കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് ആവശ്യാനുസരണം ഈ വഴി ഇപ്പോൾ നിൽക്കുന്നു പറയുന്നത് പൂവറ്റൂർ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ഭാഗത്തോട്ട് ചെല്ലുന്ന വഴിയാണ്. അപ്പം അവിടെ നമ്മൾ ഈ പ്രദേശത്തെ പ്രാദേശിക പൊതുജനങ്ങൾക്കും പ്രദേശ നിവാസികൾക്കും ഹോസ്പിറ്റലിലൂടെ പോകാൻ വേണ്ടി സൗകര്യാർത്ഥം എന്ന് കണക്കൂട്ടി കരയോഗം ഏകദേശം ഒരു 4 സെൻറ്റ് വസ്തുവോളം കരയോഗം വിട്ടുകൊടുത്ത് ഈ വഴി കൊടുക്കുകയും അതിനുശേഷമാണ് ഇപ്പം പുതിയ മതിൽ നമ്മൾ കെട്ടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. മതിൽ കെട്ടുന്നത് നമ്മുടെ ചിലവിൽ തന്നെയാണ് തീരുമാനിക്കുന്നത്. എനിക്കേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വഴിയുടെ കാര്യം. കാരണം ആ റോഡിൽ നിന്ന് നമ്മുടെ ഈ താഴോട്ടുള്ള ഈ വഴി മൂർത്തിക്കാവിൻ്റെ അവിടം വരെ എന്ന് പറയുമ്പോൾ നമുക്കൊരാൾക്ക് കഷ്ടിച്ച് നടന്നു വരാനുള്ള വഴിയേ ഉള്ളായിരുന്നു. നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ഭയപ്പാടോടുകൂടിയായിരുന്നു. അതാണ് സത്യമായ ഒരു കാര്യം. ഒരു ഭയത്തോടുകൂടി തന്നെയായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. കാരണം പട്ടികളോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്കൊന്ന് ഓടി മാറാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. 2 സൈഡും വലിയ മതിൽ, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഇടുങ്ങിയ വഴി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും തുറസായ ഒരു വഴി നമ്മുടെ കരയോഗം വിശ്വാസികൾക്ക്, അത് നമ്മുടെ ഒരു 10-15 വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്, അവർക്ക് ഇത്രയും നല്ല വീതിക്കൊരു വഴി നമ്മുടെ പൊതുയോഗം അംഗീകരിച്ച് നൽകി എന്ന് പറയുമ്പോൾ അതൊരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യവും മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. 16-ൽ പരം സാധാരണക്കാരായ പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയാണ് സഞ്ചാരയോഗ്യമാക്കി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3 മീറ്റർ വഴി വിട്ട് നൽകിയിരിക്കുന്നു. S വിനീഷ്, News 18 കൊട്ടാരക്കര.